afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. നമ്മൾ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? സ്റ്റാർട്ട് ചെയ്ത ഭാഗം വായിച്ചു നോക്കിയായിരുന്നോ? എവിടെ വരെയാ നമ്മള് എടുത്തു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഹലോ, തേർഡ് പാരഗ്രാഫ് വരെ ഡിസ്കസ് ചെയ്തില്ലേ? ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്ന കാരണം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തേർഡ് പാരഗ്രാഫ് വരെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയത്. അപ്പൊ നമുക്കതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. നിങ്ങള് അധികം വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും, പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈമിലാവുമ്പോഴേക്കും നിങ്ങളത് വായിച്ചു വെക്കുക. ചെറിയ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ എന്തെങ്കിലൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യാം. അതായത് ഇച്ചിരി തമിഴ്നെറ്റില്ല, അപ്പോ എന്റെ പേരിലാണ്. എനിവേ നമുക്ക് ക്ലാസ് മൂവ് ചെയ്യാം. ഇപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു എന്തിനാണ് മാർക്കറ്റിംഗ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ആവശ്യകതയൊക്കെ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു ഒരു ഹോസ്പിറ്റല് അത് നന്നായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് വീണ്ടും പേഷ്യൻസ് അവിടെ വരെയുള്ളൂ അല്ലെ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഉള്ള ഹോസ്പിറ്റലാണെന്ന് കൈകാര്യം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് സർവേ ചെയ്യണം അല്ലെ? അവര് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റലില് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവരെ ഹാപ്പി ആക്കാൻ പറ്റുക, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹാപ്പി ആക്കാനായിട്ട് പറ്റും, അതല്ല ഇൻ കേസ് ആംഗ്രി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏത് ടൈം മുതലാണ് 1960s മുതൽ ഇത് ഈ പഠനം അല്ലെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പ്രധാനപ്പെട്ട മെഷർമെന്റ് ഈ ഒരു ഹോസ്പിറ്റല് നന്നായിട്ട് നിലനിന്ന് പോകാനായിട്ടുള്ള ഒരു മെഷർമെന്റ് ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറഞ്ഞു. അത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി അല്ലെ? നല്ല രീതിയിൽ ഉള്ള സേവനമാണ് ലഭ്യമാകുന്നതെങ്കിൽ അവിടെയുള്ള പേഷ്യന്റ് ഓക്കെ ആയിരിക്കും, അവരെല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ are a vital way to scale how your patients feel about their experience with your practice. Then satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. ഈ പാരഗ്രാഫ് എടുത്തില്ലല്ലോ, തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? ലാസ്റ്റ് അവർ ആയപ്പോഴേക്കും എല്ലാവരും ഓക്കെ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ ഫീൽ അല്ലെ? സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഫീൽ. ഓക്കെ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്താ പറയുക ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഇതായിരിക്കും. ചിലപ്പോ വേണമെങ്കിൽ നമുക്കറിയാം ഒരു പേര് കേട്ട ഡോക്ടർമാരുടെ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തൃപ്തികരമായിട്ടാണ് തിരിച്ചു പോയെങ്കിൽ ഇതേ രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും, ഓ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി എന്ന് റെക്കമെൻഡ് ചെയ്യും.
ഇല്ലേ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? അങ്ങനെയുള്ള ഒരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അത് തന്നെയാ പറയുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. മറ്റുള്ളവരെയും കൂടിയും അവര് അറിയിക്കും. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്. അത് മാത്രമല്ല കംപ്ലൈന്റുകളും കുറവായിരിക്കും അല്ലെ? ഇവിടെ ഇപ്പോ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണമെങ്കിൽ പല ഘടകങ്ങളുണ്ട് അല്ലെ? നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കണം, അവരുടെ ടൈമൊന്നും ഒരുപാട് വേസ്റ്റ് ആക്കരുത്, എല്ലാം സമയത്തിന് ലഭ്യമാകണം, അല്ലെങ്കിൽ അവരുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവർക്ക് കംപ്ലൈൻസും കുറവായിരിക്കും അല്ലെ? അത് കംപ്ലൈൻസും കുറവായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവര് തിരിച്ചു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെയും കൂടിയും അവര് റെക്കമെൻഡ് ചെയ്യും, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. Patient satisfaction is considered as one of the most important parameters of quality. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരാമീറ്റർ ആണ് അല്ലെ? ക്വാളിറ്റി ഗുണമേന്മ അളക്കുന്ന ഒരു പാരാമീറ്റർ ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. Then the measurement of a patient satisfaction is an important tool for research, administration and planning. അപ്പൊ അതിന് വീണ്ടും എടുത്തു പറയുന്ന ഒരു പോയിന്റ് ആണ് മെഷർമെന്റ് അല്ലെ? നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് ഈ എന്താണ്, നമ്മൾ ഗവേഷണം നടത്തിയോ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് അവർ എല്ലാ തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലെ? ഇത്രയും പേഷ്യന്റിന് ഇത്രയും നേഴ്സ് മതി എന്നുള്ളത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്താണ്, അവർ ആ മെഷർമെന്റ് തന്നെ അംഗീകരിക്കും അല്ലെ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആ ബേസിലായിരിക്കും. ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് വിവിധ തരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട്, മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. എന്താ പറയുന്നത് നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്ന് രണ്ട് പോയിന്റ്സിൽ എടുത്ത് പറഞ്ഞല്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരു മെട്രിക് സ്കെയിലാന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ? വീണ്ടും അതുകൊണ്ട് പലതിലും അത് നിർവചിക്കുന്നുണ്ട്. Patient satisfaction surveys are vital way to scale how your patients feel about their experience with your practice. Okay, അതിൽ നമ്മൾ പ്രധാനമായിട്ട് സർവേ നടത്തുമ്പോൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ അവരുടെ എക്സ്പീരിയൻസില്, അവരുടെ അനുഭവത്തില് ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇതില് പ്രധാനമായിട്ടും നോക്കാം, patient satisfaction survey are a vital way to scale how your patients feel about their experience with your practice. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം അല്ലെ? അത് ആ അനുഭവമാണ് നമ്മൾ എന്താണ് ഒരു സ്കെയിലായിട്ട് അല്ലെ, ഒരു സർവേ നടത്തുമ്പോൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക അല്ലെ? ഒരു ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരു അനുഭവം എന്താണോ ആ അനുഭവം, ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അല്ലെ? അതല്ലേ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളായിട്ട് പറയുന്നത് ആണോ? അപ്പൊ അത് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് മറ്റുള്ളവരെ കൂടി റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് മോർ പ്രോബബിൾ റെക്കമെൻഡ് പ്രാക്ടീസ് എന്നുള്ള കാര്യം, റിസർച്ച് നടത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം ഇത്തിരി സ്പീഡിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത്തിരി കൂടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പോയത്. ഇനി ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ഈ ഒരു പാരഗ്രാഫ്? ഓക്കെ, ഇതിൽ 2-3 പോയിന്റ്സും നോട്ട് ചെയ്യേണ്ടതാണ്. കുറച്ച് കംപ്ലൈന്റ് ഉണ്ടാവാൻ സാധ്യത പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത് കൊണ്ടാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൺസിഡേർഡ് അല്ലെ? അത് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഓഫ് ക്വാളിറ്റി ആണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പലതരം അല്ലേ? അതുകൊണ്ടാണ് ആ പാരഗ്രാഫ് ശ്രദ്ധിച്ച് ഒന്ന് ക്യാച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ?
എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ പാരഗ്രാഫിൽ ഞാൻ ചോദിച്ചു കാണാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡിസൈവ് ഇൻഡെക്സ് ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി സർവീസസ് and the way in which they are given by medical staff. അല്ല, പ്രധാനമായിട്ട് നമ്മളിപ്പോ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അറിയണം, നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലേ. അപ്പോ തീർച്ചയായിട്ടും എന്താണ്, ഏതൊരു പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അവരുടെ സർവീസ് ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണെന്ന് വിശേഷിപ്പിക്കും അല്ലെ. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ, നഴ്സ്, എക്വിപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ് ആൻഡ് ഫുഡ് സർവീസ് ആർ ദ main determinants of overall satisfaction in hospital patients. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറുടെ പരിശോധന മാത്രമല്ല നമ്മൾ തൃപ്തികരമായ എന്ന് തീരുമാനിക്കുന്ന ഘടകം. അത് മാത്രമാണോ നമ്മൾ തൃപ്തികരമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഘടകം? അല്ല, നമ്മളവിടെ ചെല്ലുമ്പോൾ തുടങ്ങി നമുക്ക് കൃത്യമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ലഭ്യമാകണം. പിന്നെ എന്താണ്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ആവശ്യങ്ങൾ നിറവേറ്റണം. അതോടൊപ്പം തന്നെ എന്താണ്, അവിടെ വിവിധ എക്യുപ്മെന്റ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതാവാം. ആ എക്യുപ്മെന്റ് ഒക്കെ വർക്കിംഗ് കണ്ടീഷനുള്ള എക്യുപ്മെന്റ് ആയിരിക്കണം. ബില്ലിംഗ് സെക്ഷനിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്പീഡിലേക്ക് നല്ല ആക്യുറേറ്റ് ചെയ്ത് തന്നെ കാര്യങ്ങൾ നടപ്പാക്കി പോകണം. പിന്നെ അതേമാതിരി തന്നെ അവിടെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല നീറ്റ് അല്ലെ പക്കയായിട്ടുള്ള കണ്ടീഷനിലായിരിക്കണം. ദെൻ ഫുഡ് സർവീസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാതെ നമ്മുടെ എന്താണ് ആരോഗ്യം ഹെൽത്തിനെയും കൂടി കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള സാഹചര്യം അനുകൂലമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളെല്ലാം തന്നെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു അല്ലെ. ആ ഹോസ്പിറ്റല് ഓക്കെ നല്ലതാണ്, ഗുഡ് എന്നുള്ളത് അവരെ കൃത്യമായിട്ട് തന്നെ നിർവചിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ തൃപ്തികരമായിരിക്കും അല്ലെ. വരില്ലേ അവിടുത്തെ ഫിസിഷ്യൻസ്, അതേമാതിരി തന്നെ നഴ്സസ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് and food services are the main determinants of overall satisfaction in hospital patients. So what are the determinants? What are the എന്തൊക്കെ ഘടകങ്ങൾ ഇതുമായി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ അല്ലെ, ഈ എല്ലാ ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സൂചിക എന്ന് പറയുന്നത് ഈ ഘടകങ്ങളെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കും അല്ലെ. ഇതെല്ലാം ഓക്കെ ആണെങ്കിലാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്കും കൂടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. The patient satisfaction is of predominant importance in ensuring better quality on the way to total quality management, since the patient or customer is the one who decided the quality, who received the goods, services, who അത് ഇങ്ങനെ പോവുകയാണ്. ആ സെന്റൻസ് അങ്ങനെ നീണ്ടു പോവുകയാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ക്വാളിറ്റി മാനേജ്മെന്റ്, പേഷ്യന്റ് കസ്റ്റമർ ഇസ് വൺ ഡിസൈഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവര് ഒരു പേഷ്യന്റ് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമുക്കറിയാം നമ്മളൊരു ഫിനാൻസ് മുടക്കിയിട്ടാണ് അവിടെ നിന്ന് സർവീസ് നേടിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത് അല്ലേ. ആണോ? അങ്ങനെയായിരിക്കില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്നത്? നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് സേവനങ്ങളാണ് നേടിയെടുക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്, മറ്റുള്ളവരെ നമ്മള് അറിയിക്കണമെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് ആയിരിക്കണം അവിടുന്ന് ലഭ്യമാകേണ്ടത് അല്ലെ. എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ എന്നതിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ രീതിയിൽ പല രീതിയിലും വളച്ചൊടിച്ചിവിടെ പരാമർശിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വീണ്ടും എടുത്തു പറയുന്നതാണ് ഹു ഡിസൈഡ് ദ ക്വാളിറ്റി. ആരാണ് ഒരു ഹോസ്പിറ്റലിൽ ചേരുന്നത് നല്ല ഗുണമേന്മയുള്ള ഹോസ്പിറ്റലാണ് എന്ന് പ്രവചിക്കുന്നത്? ആരായിരിക്കും? നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് ആരായിരിക്കും? അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് പേഷ്യന്റ് അല്ലെ. തീർച്ചയായിട്ടും പേഷ്യന്റ് ആണ് മറ്റുള്ളവരേക്കൊക്കെ അറിയിക്കുന്നത് അല്ലെ. പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള വ്യക്തികളും അവിടേക്ക് പോകാനായിട്ട് സന്നദ്ധരാകുന്നത് അല്ലെ. അപ്പൊ അതാണ് അവിടെ അടുത്ത ഒരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്.
ഹൂ റിസീവ് ദ ഗുഡ്സ് ഓർ സർവീസസ്, ആരാണ് അല്ലെങ്കിൽ ഹൂ ഡിസൈഡ് ദ ക്വാളിറ്റി, നല്ല ഗുണമേന്മയുള്ളതെന്ന് തീരുമാനിക്കുന്ന പേഷ്യന്റ് ആണ്. ഹൂ റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, നല്ല സർവീസ് ആണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് പേഷ്യന്റ് തന്നെയാണ്. Then who pursued the other to accept it, മറ്റുള്ളവരെയും അത് സ്വീകരിക്കണമെന്ന് അല്ലെ പെർസ്യൂ ചെയ്ത് പ്രേരിപ്പിക്കുന്നതുമാര് തന്നെയാണ് നമ്മുടെ പേഷ്യൻസ് തന്നെയാണ്. Then who decide your market strategies, അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെടുക്കുന്നത് ആ പേഷ്യന്റിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവര് അല്ലെ അവര് ആക്സെപ്റ്റ് ചെയ്തിരുന്ന ആ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം പേഷ്യന്റ് ആക്സെപ്റ്റബിൾ ആണ് എങ്കിൽ ആ ഹോസ്പിറ്റലിന് മാർക്കറ്റബിൾ ആണെന്ന് വെച്ചാൽ മറ്റുള്ളവരിലും അല്ലെ എല്ലായിടത്തേക്കും എല്ലാ പേഷ്യൻസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ആരാണ് കറക്റ്റ് ഫീഡ്ബാക്കുകളൊക്കെ പറയുന്നത് അല്ലെ, സർവേ നടത്തുമ്പോൾ അവരായിരിക്കും പറയുന്നത് കൃത്യമായിട്ട് ഓക്കെ നല്ല സേവനമാണ്, നല്ല ഡോക്ടറാണ്, ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആക്കുന്നില്ല, നല്ല ബില്ലിംഗ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ നല്ല എക്യുപ്മെന്റ്സ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാത്തിനും ഗുഡ് എന്ന് പറയുന്നത് എല്ലാം തന്നെ പേഷ്യൻസ് തന്നെയാണ്. ആൻഡ് മേക്ക് സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, നല്ല ഗുണമേന്മയുള്ള മാനേജ്മെന്റ് ആണ്, അത് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നെല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു എല്ലാം നല്ലതാവണം എന്നുള്ളത് പറഞ്ഞു അല്ലെ. അവിടെ പേഷ്യന്റ് സംതൃപ്തി എന്നുള്ള ലെവലിലേക്ക് എത്തണമെങ്കിൽ എല്ലാ സർവീസും നല്ലതാകണമെന്ന് പറഞ്ഞു. സെക്കൻഡില് ആരാണ് ഇതെല്ലാം നല്ലതാണ് എന്ന് പ്രവേശിക്കണേ എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയുകയാണ്. ഓക്കെ, നേരല്ലേ. തേർഡ് ആണെങ്കിലും നമുക്ക് നോക്കാം. നേരത്തെ നമ്മള് പറഞ്ഞ മാതിരി തന്നെയുള്ള കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് അല്ലെ. ഗുണനിലവാരത്തിന്റെ കാര്യം തന്നെയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് സൈൻ ഓഫ് ഹൗ ദ പേഷ്യന്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ദ അതർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെയർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഗുണനിലവാരം അത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അല്ലെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തൃപ്തികരമാണോ എന്ന് നോക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ഫുഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂസബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാം അല്ലെ, അത് ഓക്കെയാണോ നല്ലതാണോ. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിലെ സർവീസ് നല്ലതാണെന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക, അവിടെ പേഷ്യന്റ് സംതൃപ്തനാണോ എന്ന് അല്ലെ മനസ്സിലായാൽ മാത്രമാണ് ക്വാളിറ്റി നല്ലതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു മെഷർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ അംഗീകാരമാണ്. പേഷ്യന്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ദ അതർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെയർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? ബോറടിക്കുന്ന ഒരു ചാപ്റ്റർ ആണോ? നമുക്കറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതിയും കൂടി നോക്കി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എളുപ്പമായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ബോറടിക്കുന്നില്ല എന്ന് പറയുന്നത്. Okay, patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decision to follow prescribed treatments and seek professional health care in the future. Okay, നമുക്കറിയാം എന്താണ് ഭാവിയിൽ എന്തെങ്കിലും അല്ലെ നമുക്ക് എപ്പോഴും എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കാം അല്ലെ. എപ്പോഴും നമ്മള് ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തീർച്ചയായിട്ടും ആ വെല്ലുവിളികളൊക്കെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കി പോകണം അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ റിക്വയർമെന്റ് ഓഫ് അറ്റൈനിങ് ദ ഗോൾ ഓഫ് ഹെൽത്ത് കെയർ സിൻസ് ഇറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യൻസ് ഡിസിഷൻ ടു ഫോളോ അല്ലെ. ഒരു പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഭാവിയിൽ ആ ഒരു ഹെൽത്ത് കെയർ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഇപ്പൊ നമ്മൾ വൺ ടൈം ഒരു ഹോസ്പിറ്റലിൽ പോയി, ഇനി അടുത്ത ടൈമില് നമുക്ക് അവിടെ പോണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നത് ഡിസിഷൻ എടുക്കുന്നത് ആര് തന്നെയായിരിക്കും? ആ പേഷ്യന്റ് തന്നെയായിരിക്കും അല്ലെ. അവർക്ക് തൃപ്തികരമാണ് എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് അവിടേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ.
അപ്പൊ എപ്പോഴും എന്താണ് നല്ല ഒരു അല്ലെ, എപ്പോഴും എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അവിടെ നിന്ന് കിട്ടണം അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യം അല്ലെ, ഭാവിയിലേക്കും കൂടി ഉള്ള ഒരു കൺസിഡറേഷൻ കണക്കാക്കിയിട്ട് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട്. Patients can evaluate the quality of the care they get as they pay attention to all components of care, the science of medicine, the art of care and the amenities care. അതായത് ഇവര് അല്ലെ നമ്മള് ഒരു പേഷ്യന്റ് ആവുമ്പോൾ എന്താണ് ജസ്റ്റ് ആ ഡോക്ടറുടെ സേവനം മാത്രമല്ല മൈൻഡിൽ കാണുന്നത് അല്ലെ. ഇപ്പൊ പോയാലും വീണ്ടും എന്തെങ്കിലും ഫ്യൂച്ചറിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു ആഫ്റ്റർ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട വന്നാലും അതിനുള്ള സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. നമുക്കൊരു ചെറിയൊരു എന്താണ് ലക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ അതും കൂടി നോക്കിയിട്ടാണ് അല്ലെ. പെട്ടെന്ന് എമർജൻസി കേസ് ആണെങ്കിലും നമ്മളൊക്കെ അറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടോ അല്ലെ, എല്ലാ കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ സയൻസ് ഓഫ് മെഡിസിൻ അല്ലെ. ആ മെഡിസിന്റെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം നടത്തിയിട്ടാണ്, അതായത് അവിടെ ഉള്ള ശുശ്രൂഷ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ നടപ്പാക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റൽ തീരുമാനിക്കുന്നത്. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്താണ് ഫ്യൂച്ചറിലും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടണം എന്നൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റും ആഗ്രഹിക്കും. ഞാനൊരു പോയിന്റ് കൂടി നോക്കിയിട്ട് എന്റെ ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡോക്ടറിനെ ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റനെയർ ആസ്ക്ഡ് റെസ്പോൺസ് general questions in connection with the reception or administration, hospital cleanliness, sewage, hospital food, etc. Okay. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്തിനെ കുറിച്ചിട്ടൊക്കെ പലതിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കും അല്ലെ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ സേവനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് അല്ലെ, ഹൈജീൻ കാര്യങ്ങളൊക്കെ, ശുചിത്വവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാനൊക്കെ എളുപ്പം പറ്റിയോ. നമുക്ക് ഏറ്റവും കാര്യങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ചിലര് എന്താണ് ചില ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന് പാരന്റ്സ് ഒക്കെ പറയും, മുതിർന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം അവരുടെ അല്ലെ സൈൻ ബോർഡൊക്കെ ചിലപ്പോ ആണെങ്കിൽ നല്ല രീതിയിലാവണമെന്നില്ല. അപ്പൊ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പോയ വഴി കൂടെ തിരിച്ചു വരാനായിട്ടൊക്കെ അല്ലെ. അപ്പൊ അവര് എപ്പോഴും പ്രിഫർ ചെയ്യും അല്ലെ, അവര് പ്രായമായവരാണെങ്കിൽ പറയാം ഞങ്ങളെ അങ്ങനെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, ഇവിടെ അടുത്തുള്ള ഈ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയാൽ മതി എന്ന് പറയും അല്ലെ. അങ്ങനെയൊക്കെ ആവശ്യപ്പെടാറില്ലേ? പറയാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട് അല്ലെ. കാരണം അവര് പ്രധാനമായിട്ട് പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് ആണെങ്കിലാണ് അവർ ഇത്തരത്തിലുള്ള കാര്യം ആവശ്യപ്പെടുക. അപ്പൊ അവരെന്താ പറയാനായിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ അതിന്റെ സൈനും കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ശുചിത്വ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ അല്ലെ കൃത്യമായിട്ടുള്ള സൈനും കാര്യങ്ങളൊക്കെ, പിന്നെ ഹോസ്പിറ്റൽ ഫുഡ് അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ, ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തൃപ്തികരമാണ് എങ്കിലാണ് പേഷ്യൻസ് അങ്ങനെയൊക്കെ പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. Then patient satisfaction survey is important from the view of improvement of quality service and to achieve maximum satisfaction of the inpatients. Okay. ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ മാത്രമല്ല ഫുഡ് സർവീസസും അല്ലെങ്കിൽ നല്ല അല്ലെ കൃത്യമായിട്ട് തിരിച്ചു വരാനുള്ള സാഹചര്യവും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് സാധാരണയായിട്ട് അഡ്മിഷൻ എടുത്ത് നമ്മൾ എന്തെങ്കിലും ചികിത്സ നടപ്പാക്കണമെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഞാൻ പറഞ്ഞ പ്രത്യേകമായിട്ട് അവർക്ക് അല്ലെ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി. ഇപ്പോഴത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനായിട്ടുള്ള ആളുകളുടെ എണ്ണം പരിമിതമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാരന്റ്സ് തന്നെയൊക്കെ ആയിരിക്കും പരസ്പരം ഹാൻഡിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രായം അനുസരിച്ചിട്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫുഡൊക്കെ ആണെങ്കിൽ ചിലപ്പോ വീട്ടില് റൂമില് അല്ലെ ഉള്ളിൽ തന്നെ എത്തിപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാകും. മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ
അല്ലെ അവർക്ക് പോയാൽ തിരിച്ചു വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെയുള്ള പ്രത്യേക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും അവര് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിങ് ഇതൊക്കെ ചാപ്റ്റർ എന്താന്നുള്ളത്. അതായത് ഹോസ്പിറ്റലിൽ എപ്പോഴും നല്ല അല്ലെ തൃപ്തികരമായിട്ടുള്ള സേവനം പേഷ്യൻസിന് കൊടുക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യം അളക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിയോ? ഇവിടെ പ്രീഡോമിനന്റിനെ കുറിച്ചിട്ട് ചോദിച്ചു. അവിടെയാണ് പ്രീഡോമിനന്റ് ഇമ്പോർട്ടൻസ് അല്ലെ. അതായത് മോസ്റ്റ് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അവിടെ പ്രീഡോമിനന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷങ്ങളെല്ലാം അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെയാണ്. ഭേദഗതികളൊന്നും വരുത്തേണ്ടത് വരില്ല. അതേസമയം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവര് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. കാരണം പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സക്സസിലേക്ക് എത്തിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങള് ക്ലിയറല്ലേ? അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് കാര്യത്തിലായാലും പേഷ്യന്റിന്റെ കാര്യത്തില് ഇംപ്രൂവിംഗ് ക്വാളിറ്റി സർവീസ് ആൻഡ് അച്ചീവ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻപേഷ്യന്റ്. അല്ലെങ്കിൽ അപ്പോ അവിടെ ഡാഷ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് നോട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. ഫസ്റ്റ് നമുക്ക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. അതായത് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ് അല്ലെ. അവര് ഓക്കെ ആണെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ആ ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. Then second point, patient satisfaction is the strongest determinant of a hospital functioning. അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനന്റ് ഫാക്ടർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ തൃപ്തി അല്ലെ. പേഷ്യന്റ് സംതൃപ്തരാണ് എങ്കിലാണ് ഹോസ്പിറ്റലിന് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ.
Then ultimate goal of the hospital is the contentment of its customer. അതാണ് contentment എന്ന് പറയുന്നത്. അതായത് സാറ്റിസ്ഫൈഡ് പേഴ്സൺസിനെ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റലില് അവര് ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിന്ന് പോകണമെങ്കിൽ അവിടുത്തെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണം. സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് പേഷ്യൻസുകളൊക്കെ ആ ഹോസ്പിറ്റലിലെ സേവനത്തിന് വേണ്ടിയിട്ട് വരികയുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഏത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് എടുത്താലും അല്ലെ, അവിടെ എന്തിനാണോ കേന്ദ്ര കഥാപാത്രമാക്കിയിരിക്കുന്നത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ആ ബിസിനസ് നന്നായിട്ട് മൂവ് ചെയ്യുന്നത്. ഈവൻ ഒരു ട്യൂഷൻ സെന്റർ നടത്തിയാൽ പോലും അവിടെ ട്യൂഷന് വരുന്ന കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുള്ളൂ, ആ ട്യൂഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത് തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. അവര് സാറ്റിസ്ഫൈഡ്, കസ്റ്റമർ ആയ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്. Not only to satisfy and care for patients and families, but also positive outcomes for the staff, the community and health organization. Okay, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ഫേമിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അല്ലെ, നല്ല ഫലങ്ങൾ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് മാത്രമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്, പേഷ്യന്റിനോടൊപ്പം തന്നെ എന്താണ് അവിടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടി ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ പേഷ്യൻസ് മാത്രം സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം പോരല്ലേ, അവിടെ ഫാമിലി മെമ്പേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പ്രധാനമായിട്ട് പറയുന്നുണ്ട് നോട്ട് ഓൺലി സാറ്റിസ്ഫൈ ദ കെയർ ഓഫ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ്. അപ്പൊ അവിടെ ഫാമിലി മെമ്പേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്, അത് മാത്രമല്ല അവിടെയുള്ള വർക്കേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ, അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കണം പ്രദാനം ചെയ്യുന്നത്. അതായത് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എന്താ പറയുക, അവർക്ക് മതിയായ കൂലിയൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവര് നല്ലൊരു ബെറ്റർ റിസൾട്ടുകളായിരിക്കുമോ പേഷ്യൻസിന് കൊടുക്കുക? നല്ല രീതിയിൽ ഉള്ള ഔട്ട്കംസ് പേഷ്യൻസിന് കിട്ടുമോ? അവരെ കണ്ട് ഓവറോട് പണി പഠിപ്പിച്ച് മതിയായ സാലറി ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും, പേഷ്യൻസിന് നല്ല സർവീസ് ഒന്നും കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ പേഷ്യൻസിന് നല്ല സർവീസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മതിയായ പരിഗണന കിട്ടണം അല്ലെ. The community and the health organization, നമുക്കറിയാം ഓർഗനൈസേഷന്റെ എല്ലാ അന്തരീക്ഷത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എങ്കിൽ മാത്രമാണ് അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. Patient satisfaction relies on workers' motivation, dedication and duty towards the patients. നമുക്കറിയാം വർക്കേഴ്സിന് നല്ല പ്രചോദനം കിട്ടുമ്പോൾ എന്താണ്, അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് നല്ല മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻ കേസിൽ ഓവർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാലറി ഉണ്ടെങ്കിൽ അവരത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അല്ലാതെ വെറുതെ അവരെ കൊണ്ട് ഓവർ ഡ്യൂട്ടി ഒക്കെ ചെയ്യിപ്പിച്ച് സാലറി ഒന്നും കൊടുത്തില്ലെങ്കിൽ അവരെ കൃത്യമായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ വർക്കേഴ്സിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണം അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ്, അവരുടെ സമർപ്പണം അല്ലെ, അവര് നല്ല രീതിയിൽ തന്നെ അർപ്പണ ബോധത്തോടുകൂടി തന്നെയായിരിക്കും പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെ. അവരുടെ ഡ്യൂട്ടിയിലും അത് കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള സർവീസുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരൊറ്റയടിക്ക് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ്, പേഷ്യന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനനുസരിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് അനുകൂലമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. Which of the following are the objectives of patient satisfaction എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഹെഡിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇതിന്റെ പ്രാധാന്യം അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് ഫേം പിടിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്കെയിൽ ഓഫ് മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് ഹെൽത്ത് കെയർ ക്വാളിറ്റി അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്യേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തിയാണ്. Then with the help of patient satisfaction surveys, continuous measuring of patient satisfaction and improving patient experience can be achieved. നമ്മൾ ഒരു പ്രാവശ്യം ഒരു സർവേ നടത്തി, ഹോസ്പിറ്റലിൽ ചെന്ന സർവേ നടത്തി, പേഷ്യന്റിനെയൊക്കെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഡോക്ടർ സേവനം, നിങ്ങളുടെ സമയത്തിനൊക്കെ വില കൽപ്പിക്കുന്നുണ്ടോ, നല്ല എക്യുപ്മെന്റ് ആണോ, ക്യാൻറ്റീൻ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് അല്ലെ, അവിടെ ക്ലീൻലൈൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ശുചിത്വമൊക്കെ കൃത്യമായിട്ട് തന്നെ ഉള്ളതാണോ, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് മെഷർമെന്റ് ഒക്കെ നടത്തി, അവരോടൊക്കെ സർവേ നടത്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചറിഞ്ഞു. അവരെ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് നേരിട്ട് കൊണ്ടുപോയി അങ്ങനെ ഓക്കെ ആ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വെച്ച് ഇതിൽ കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു സർവേ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ആ സർവേ നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ഭാഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ അല്ലെ, കറക്ഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരില്ലേ? കറക്ഷൻ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ കറക്ഷൻ നടത്തിയിട്ട് വീണ്ടും അല്ലെ സർവേകൾ നടത്തും. അപ്പൊ വീണ്ടും സർവേ നടത്തുമ്പോഴെന്താണ്, അവർ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത ചേഞ്ചസ് ഒക്കെ ഓക്കെ അക്സെപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില കാര്യങ്ങളിലൊക്കെ വീണ്ടും പാളിച്ചുകൾ അവിടെ എടുത്ത് പറഞ്ഞു വരും അല്ലെ. അപ്പോ എന്താണ്, അതിനനുസരിച്ചിട്ട് സർവേ നടത്തുമ്പോൾ വീണ്ടും ഒരു കണ്ടിന്യൂസ് സർവേ ആണ് വീണ്ടും നടക്കുന്നത് അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് സർവേ നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ അത് മാറ്റി വെച്ചിട്ട് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്തായാലും അതിനെ വീണ്ടും കറക്ഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ അല്ലെ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് മെഷർമെന്റ് നടപടിക്രമങ്ങളും വേണ്ടിവരില്ലേ? വരുമോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ആ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അറ്റൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ആ ഒരു കൃത്യമായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. Then it is an invaluable tool to catch patient feedback without much effort. ഓക്കെ, നമുക്ക് അറിയാം ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലെ. ഈ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. എന്താണ്, ഒരുപാട് എഫേർട്ട് ഒന്നും മുടക്കാതെ തന്നെ രോഗികളിൽ നിന്ന് ഫീഡ്ബാക്ക് അറിയാൻ പറ്റുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു സർവേ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടപ്പാക്കിയാലാണ് അതിന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് എഫേർട്ട് ഒന്നും ഇതിന് വേണ്ടി കൈകാര്യം ചെയ്യേണ്ടതില്ല അല്ലെ. ഒരു സർവേ നടത്തുന്നതിന് പ്രത്യേക ഒരുപാട് കോസ്റ്റ് ഒന്നും മുടക്കേണ്ട ആവശ്യകതയില്ല. പേഷ്യൻസിനെ വിളിക്കാം, ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ദെൻ അതിനുശേഷം എവിടെയെങ്കിലും കറക്ഷൻ വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ കറക്ഷൻ നടപടികളിലേക്കൊക്കെ സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. ഓക്കെ, ജസ്റ്റ് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ നേരത്തെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഒരു ടേബിളിലേക്ക് പോവാം. ചെറിയൊരു ടേബിളാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ടേബിളിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. 5 റീസൺസ് why you should measure patient satisfaction. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആവാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അതിൽ ഫസ്റ്റ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. ഓക്കെ, നമുക്ക് അറിയാം ഏതൊരു ഹോസ്പിറ്റലിലും ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മുടെ രോഗം മാറണം അല്ലെ. ഒരു ക്ലീനിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കലോ മീൻസ് എന്താണ് ടെസ്റ്റിംഗ് റിപ്പോർട്ടുകളൊക്കെ കിട്ടാനൊക്കെ ചിലപ്പോൾ സമയം എടുക്കുക. അതിനേക്കാളൊക്കെ ഉപരി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ അസുഖം മാറണം അല്ലെ, നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭ്യമാകണം അല്ലെ.
അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ല തരത്തിലുള്ള ഒരു ടീം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല പെരിയായിട്ട് ഡോക്ടേഴ്സ് അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെ സഹപ്രവർത്തകരെല്ലാം തന്നെ നല്ലൊരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയായിരിക്കണം എന്നുള്ളത് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്നതാണ്. മറ്റൊരു മെഷർമെന്റ് എന്ന് പറയുന്നത് അത് ആണോ അല്ലെ ആ ഒരു മെഷർമെന്റ് എടുക്കാം. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, അതായത് സ്റ്റാഫിന്റെ പ്രകടനം നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ ഫസ്റ്റില് നമ്മൾ അറിയണം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഏത് ലക്ഷണം വെച്ചുകൊണ്ടാണോ ചെല്ലുന്നത് അത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഡയഗ്നോസിസ് ചെയ്യാനല്ലേ ഒരു രോഗനിർണയം നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഡോക്ടറുടെ സേവനങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അതും അതിനപ്പുറം മറ്റൊരു മെഷർമെന്റ് എന്ന് പറയുന്നത് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ അവരെ കൊണ്ട് ഓവർ ഡ്യൂട്ടി എടുപ്പിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മെഷർ ചെയ്യും. അവരെ തൃപ്തരായിട്ടുള്ള ഒരു ഡ്യൂട്ടി പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നത് എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. വീണ്ടും ചുന്നോ പേടിക്കാനൊന്നുമില്ല, ഇത് ഇങ്ങനെ ഓരോന്നും ഇവിടെ വിവരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതിന്റെ ഹെഡിങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. Then to know angry and miffed patients. നമ്മള് എന്താണ് ദേഷ്യമുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവരോടൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. Then to improve patient care experience. അതേമാതിരി തന്നെ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതിന്റെ എന്താണ് എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ എത്രത്തോളം എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, അതായത് ചിലപ്പോഴൊക്കെ പേഷ്യന്റ് അവിടെ നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലെ. കാരണം നമുക്ക് നല്ല സേവനങ്ങൾ ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു ഡോക്ടറിലെ അവയെ തേടാനായിട്ട് ശ്രമിക്കും അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അല്ലെ. അതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും മെഷർമെന്റ് എടുത്ത് കഴിയുമ്പോഴാണ് അവരെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആ പേഷ്യന്റിന് നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലൊക്കെ അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആംഗ്രി പേഷ്യൻസ് വരാനായിട്ട് മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചില പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, ഒരുപാട് സമയം എടുത്തായിരിക്കും അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ടുകളൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവരെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തില് തിരക്ക് ഒരുപാട് ഡിലേക്ക് വരുത്തുമ്പോഴുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ട നല്ല മാർഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അല്ലെ, അതൊക്കെ നോക്കിയിട്ടാണ് ഹോസ്പിറ്റല് ഓക്കെ ആണെന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ആയിക്കോന്ന് നോക്കാം. അറിയാമോ? ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഇപ്പൊ നമ്മള് പറഞ്ഞു പേഷ്യന്റിനെ എപ്പോഴും പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആവാം അല്ലെ. ആ ഡോക്ടർ നന്നായിട്ട് തന്നെ പരിചരണം നൽകുന്ന ഒരു ഡോക്ടറാണോ, നമ്മുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയാണോ പറയാറുള്ളത് എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും ഡോക്ടേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തീരുമാനത്തിലെത്തുന്നത് അല്ലെ. Measuring patient satisfaction help the hospital ascertain the areas of improvement and centers on to provide better patient care services. ഇത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് the areas of improvement and center on the provide better patient care services. അവിടെയുള്ള എല്ലാ ഏരിയയിലും അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ലഭ്യമാകുന്ന ഏരിയകളിലെല്ലാം തന്നെ നല്ലൊരു സേവനമാണോ അവര് നല്ലൊരു സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് പ്രധാനമായിട്ട് വരുന്നത്. മെഷർമെന്റ് എടുക്കുമ്പോൾ അത് തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത്.
Achieving a high level satisfaction is directly depend on high quality patient care service given by the team of specialized doctors and hospital staff. നമുക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോടൊപ്പമുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണ് അല്ലെ. ഡോക്ടറിന്റെ സഹപ്രവർത്തകരും കൂടിയിട്ടാണ് പേഷ്യന്റിനെ രോഗനിർണയമൊക്കെ നടത്തി നല്ല ട്രീറ്റ്മെന്റ് പ്രദാനം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അച്ചീവിങ് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ഹൈ ക്വാളിറ്റി പേഷ്യന്റ്. അവിടെ പറയുന്നത് നല്ല ഒരു ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ ആണ് എന്നുള്ളത് അത് എങ്ങനെയാണ് തൃപ്തികരമാവുന്നത്. അതായത് തൃപ്തികരമായിട്ടുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ അവിടെ നല്ല ഗുണകരമായിട്ടുള്ള സർവീസ് ആണ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഗുണകരമായിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്യുന്ന ആരൊക്കെയായിരിക്കും? സ്പെഷ്യലിസ്റ്റ്. ഇവരെ പരിചരിക്കുന്ന ആ ഡോക്ടർ ടീമായിരിക്കും അല്ലെ. നല്ല കഴിവുറ്റ ഡോക്ടർ ടീമായിരിക്കും ആ ഗുണനിലവാരമുള്ള പേഷ്യന്റ് സർവീസുകൾ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ശരിയാണോ? ശരിയാണോ? വെടിപ്പിടം എന്ന് പറയുന്നത് ആംഗ്രി പേഷ്യൻസിനെയാണ്. ആംഗ്രി പേഷ്യൻസിനെയാണ് വെടിപ്പിട പേഷ്യൻസ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് സർവീസ് അല്ലെ. അത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്നത്? നല്ല സർവീസ് പ്രദാനം ചെയ്യുന്ന ഒരു ടീമാണ് ഇവരെ പരിശീലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. The entire staff must consider patients with warmness from the receptionist who arranges the appointment, doctor providing the right treatment to the nurse taking vital status of the patients. Okay, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് entire staff must consider patient with the warmth from the reception അല്ലെ. അവിടെ എല്ലാ പേഷ്യൻസും എന്താണ് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എവിടെയാ ആദ്യം ചെല്ലുന്നത്? അതിന്റെ ഡോക്ടറിന്റെ അടുത്താണോ ചെല്ലാൻ പറ്റുക? ആണോ? ഫസ്റ്റ്ലി നമ്മൾ ആരുടെ എത്തിപ്പെടുക? ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ആരുടെ അടുത്തായിരിക്കും എത്തിപ്പെടുന്നത്? മെയിൻ ഡെസ്ക്. ഓക്കെ, അത് റിസപ്ഷനിസ്റ്റിന്റെ ഡെസ്ക് അല്ലെ. നമ്മൾ റിസപ്ഷനിസ്റ്റിന്റെ ഡെസ്കിൽ ചെന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് അവിടെ തുടങ്ങി നമ്മുടെ സർവീസുകൾ അല്ലെ, ഹോസ്പിറ്റലിന്റെ സർവീസുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ് ടൈം ടു ടൈമില് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഡോക്ടർ ആണെങ്കിൽ റൈറ്റ് ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിനെ വാഗ്ദാനം ചെയ്യുന്നു. നഴ്സുമാരാണെങ്കിൽ അവരുടെ സയൻസ് ഒക്കെ അല്ലെ, പ്രഷറും ഷുഗർ ഒക്കെ എല്ലാം കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു പരിചരണം ആണ് അവിടെ ലഭ്യമാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് പേഷ്യന്റ് അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ക്വാളിറ്റി സർവീസ് നേടിയെടുക്കുന്ന പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആകും. ഓക്കെ അല്ലേ? അപ്പോ നമ്മള് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. Our hospital do enhance the patient care service. നമ്മളിത് പറഞ്ഞ മാതിരി തന്നെയുള്ള പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. Follow the correct way to diagnose the illness in a time. Okay, നമ്മൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അല്ലേ ഒരുപാട് ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. കാരണം ആ ടെസ്റ്റ് ചെയ്ത് അവരെ ഒരുപാട് അല്ലെ എക്സ്പെൻസീവ് പേയ്മെന്റ്സുകൾ വരുത്തി വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവാറില്ല അല്ലെ. ഇപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇന്നൊരു ടെസ്റ്റ് അല്ലെ, ഇതിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ ഒരു ടെസ്റ്റില് നമുക്ക് കൃത്യമായിട്ട് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡോക്ടറാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു ഡോക്ടറുടെ ലക്ഷണമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഇംഗ്ലീഷ് ആൻഡ് അസസ് ടു ഫിസിഷ്യൻ. ഓക്കെ, നമുക്കറിയാം അവരുടെ ഫിസിഷ്യന്റെ ആ ഡോക്ടറുടെ ആ ഇത് അല്ലെ അവരുടെ ആ ഒരു രോഗം എന്ന് വെച്ചാൽ നമ്മളോട് കാണിക്കുന്ന അത് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് പ്രവർത്തനങ്ങളൊക്കെ ഇംപ്രൂവബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്, അവരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യും. ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. നമുക്കറിയാം അല്ലെ ഒരുപാട് ചിലവ് ആക്കിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് ഒരു പേഷ്യന്റും അല്ലെ ആഗ്രഹിക്കുന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ചെയ്യാനായിട്ട് പറ്റില്ല. അത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഓക്കെ, അതായത് ചിലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികളൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അല്ലെ. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് ഇൻ കേസ് എന്റെ ഒരു വിട്ടുപോയി. ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. നമുക്കറിയാം ചിലതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരുപാട് കോസ്റ്റ് അല്ലെ പേയ്മെന്റുകൾ കൊടുത്തിട്ട് നമുക്ക് എന്താണ് അതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെസ്റ്റിനൊക്കെ വിജയിക്കുമ്പോൾ ഒരുപാട് പേയ്മെന്റ് അവിടെ നമ്മളെ കൊണ്ട് ചെലവഴിപ്പിക്കേണ്ടതായിട്ട് അത് പേഷ്യന്റ് ആഗ്രഹിക്കാത്തതാണ്. ദെൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് ഇൻ കേസ് അവർ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ചെക്കപ്പിന് നടത്തിയ ആളുകൾ ഒക്കെയാണോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു ആഫ്റ്റർ ആയിട്ടുള്ള അവരുടെ കൺസിഡറേഷൻ അവര് പരിഗണിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ എന്തായിരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ശരിയാണോ? സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലേ? ഓക്കെ, അവിടെ വീണ്ടും ഒരു ഇതും കൂടിയുണ്ട്, ചാർട്ടും കൂടിയുണ്ട്. Implementing strategies to improve patient-centered care. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ കെയറില് പ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. നിങ്ങളുടെയും പേരല്ല ചാർട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതും ക്ലിയർ അല്ല. എങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ആണോ? ഓക്കെ, എന്നാ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഫസ്റ്റ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഒന്നും കൂടി വന്ന് എന്താ പറയാ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ചാർട്ട് ഒന്ന് നിങ്ങൾ നോക്കിയാ നോക്കി. ഇതാ ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. Second one, increase access to physicians. Then third one, provide cost-effective treatments and quality care. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. ചില പോയിന്റ്സ് പക്ഷെ അതിൽ പറയാത്തത്. Give unconditional love and support. Reduce unnecessary follow-up visits. Fourth point, give unconditional love and support. അതായത് ചിലപ്പോ അസുഖങ്ങളായിട്ട് വരുമ്പോൾ ട്രീറ്റ്മെന്റ് അല്ലെ, ക്യാൻസർ പോലുള്ള പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥയൊക്കെ പെട്ടെന്ന് അല്ലെ, ചില ട്രീറ്റ്മെന്റുകളൊക്കെ വരുമ്പോഴും മെഡിസിൻ കൊണ്ട് മാത്രം അവരുടെ അസുഖങ്ങൾ ഭേദമാക്കണമെന്നില്ല അല്ലെ, മാനസികമായിട്ടുള്ള സപ്പോർട്ടും കൂടി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള ഡോക്ടേഴ്സിലേക്ക് അടുത്ത് പോകാനായിട്ട് ചിലപ്പോൾ താല്പര്യമുണ്ടോ അല്ലെ.
പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ദ അൺനെസസറി ഫോളോ ഓഫ് വിസിറ്റ്സ്. ഓക്കെ, പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ഡയഗ്രത്തിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനസ്, ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്, then provide a cost-effective treatment and quality care, give unconditional love and support, then reduce the unnecessary follow-up visits. Okay. അപ്പോ നമ്മള് ഇതിന്റെ വിവരണം എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് എടുക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ദേഷ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, miss.